ഇന്നത്തെ റെസിപ്പി കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു മസാലയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഡാബ സ്റ്റൈൽ മസാലക്കറിയാണ്. കോളിഫ്ലവർ വെച്ചിട്ട് നമ്മളെപ്പോഴും ചില്ലി ഗോബി അല്ലെങ്കിൽ ഗോബി മഞ്ചൂരിയൻ ഇതൊക്കെയല്ലേ ഉണ്ടാക്കാറുള്ളൂ. നിങ്ങൾ ഈ രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരുപാട് ഓയിൽ വേണ്ട, വറക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പൂ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുറച്ച് വലിപ്പത്തിൽ തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത്. കോളിഫ്ലവർ ഞാൻ ചൂടുള്ള ഉപ്പുവെള്ളത്തിനകത്ത് ഇട്ടിട്ട് കഴുകി റെഡിയാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഈ കോളിഫ്ലവർ ആണെങ്കിലും ഞാൻ കുറച്ച് വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. തീരെ ചെറുതാക്കി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും കറി. ഇനിയിപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കറുത്തു പോകാതിരിക്കാനാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ കടലമാവാണ്. അതൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ ഇട്ടതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇതിലുണ്ടാകും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അങ്ങനെ മാറ്റി വയ്ക്കാം. മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ച് വരട്ടെ. ഇനി ഒരു 2 മീഡിയം സൈസ് സവോള എടുത്ത് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി ഞാൻ അരിയുന്നില്ല, ഇതൊന്ന് ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. ഇനി ഒരു പച്ചമുളക്, ഒരു 4-5 ചുള വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. പച്ചമുളക് ഇച്ചിരി എരിവുള്ളതാണ്. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുന്നതാണ് ടേസ്റ്റ്. ഡാബയിലൊക്കെ കറി വെക്കുമ്പോൾ മിക്കവാറും ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചിടുകയോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ഒക്കെ ചെയ്തിട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നമ്മൾ അരച്ചെടുക്കുന്നതിനേക്കാളും. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ എടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി. ഇനി ചേർക്കുന്നത് തൈരാണ്. ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. തൈരിന് വെള്ളം കുറവാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മസാലപ്പൊടികൾ തൈരിനകത്ത് മിക്സ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോവില്ല നമ്മൾ ചൂടുള്ള ഇതിലേക്ക് ചേർക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തക്കാളി ഗ്രേറ്റ് ചെയ്തെടുത്താണിത്. ഇനിയിപ്പോൾ കുക്ക് ചെയ്ത് തുടങ്ങാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിക്കുന്നത്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, വെളിച്ചെണ്ണയ്ക്കകത്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ച സവോള ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴറ്റണ്ട, ഇത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എണ്ണ ഞാൻ വേർതിരിച്ചിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാൻ നേരിട്ട്. തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുത്താൽ മതി. ഇതേ ഓയിലിലേക്ക് ഞാൻ കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചില്ല, അതിട്ട് കൊടുത്തൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ കുറവാണെന്ന് തോന്നിയാൽ അല്പം എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ഫ്രൈ ആകേണ്ട കാര്യമില്ല. ഒരു പകുതിക്ക് മേളിലൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇതിട്ടിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഉടനെ തന്നെ ഇളക്കരുത്. അല്പം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെറിയ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഒരു കടായി വെക്കുന്നുണ്ട് നമ്മുടെ ഗ്രേവി റെഡിയാക്കാനായിട്ട്. ഈ കടായിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ വളരെ കുറച്ച് മതി. അല്പം ജീരകവും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മസാലകളെല്ലാം ഡ്രൈ മസാലകളെല്ലാം ഇട്ട് കൊടുക്കുക. 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, ഒരു ബേ ലീഫ്. ഈ മസാലകളുടെ ടേസ്റ്റ് ഈ ഓയിലിലേക്കൊന്ന് ഇറങ്ങണേ, നല്ലപോലെ ഒന്ന് ചൂടാവണം. ഇടയ്ക്ക് ഞാൻ കോളിഫ്ലവർ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസാല മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ സവോള അരച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ മിക്സിയുടെ ജാറ് കഴുകി അല്പം വെള്ളം കൊണ്ട് ഒഴിക്കാവേ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ഒക്കെ ഫ്രൈ ആയിരിക്കുകയാണ്. ഞാനപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സവോള ഒരുപാട് വഴറ്റേണ്ട കാര്യമില്ല, നമ്മളത് ഫ്രൈ ചെയ്തെടുത്തതല്ലേ. ഇനി ഇതിനകത്തേക്ക് ഇടിച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ടൊമാറ്റോ പ്യൂരി ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ മല്ലിയില തണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മല്ലിയിലയുടെ തണ്ട് കളയേണ്ട കാര്യമില്ല, ഗ്രേവിക്ക് ഏറ്റവും ബെസ്റ്റാണ്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറട്ടെ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്നാവും കേട്ടോ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ മസാലകൾ ചേർത്ത് കൊടുക്കാം. തൈരിനകത്ത് മിക്സ് ചെയ്ത് വെച്ച മസാല ഡ്രൈ ആയി പോകാതിരിക്കാൻ എപ്പോഴും 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കണേ. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ ഈ ഒരു ഗ്രേവിയിലേക്ക് ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണേ, കോളിഫ്ലവറിനകത്ത് ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ തൈരിനകത്ത് മസാല മിക്സ് ചെയ്ത കൂടെ അല്പം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചേർക്കാവുള്ളൂ. ഇതിന് ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട്. 1 മിനിറ്റ് അങ്ങനെ മൂടി വെക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഈ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. എണ്ണ കൂടുതൽ ഒഴിച്ചാൽ എണ്ണ തെളിഞ്ഞ് വരും ഈ സമയത്ത്. ഇപ്പം ഞാൻ അധികം ഓയിൽ ഒഴിക്കാത്തതുകൊണ്ടാണ് എണ്ണ അധികം കാണാനില്ലാത്തത്. ഇതിലേക്ക് ഞാൻ ഒരു 3/4 കപ്പ് ഗ്രീൻ പീസ് ചൂട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഫ്രോസൺ ഗ്രീൻ പീസാണ്, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ട് നേരിട്ട് കറിയിലേക്ക് ഇടരുത്, അപ്പോൾ അത് ചുരുങ്ങി പോകുന്നത്. ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അല്പം ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, ഉപ്പ് കുറവായിരുന്നു. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ മൂടിയൊന്ന് എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസിന് അധികം വേവില്ല, ഒരുപാടിട്ടങ്ങ് വേവിക്കണ്ട. അപ്പോൾ ഇനി കോളിഫ്ലവറും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനും ഉണ്ടല്ലോ അല്പം വേവും കൂടെ. അപ്പം ഈ മസാലയ്ക്കകത്ത് കിടന്നെല്ലാം കൂടെ ഒന്നിച്ച് വെന്തോളും. ഇതിലേക്ക് നല്ല ചൂട് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം ഒഴിക്കരുത്. 1 ഗ്ലാസ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ഒരുപാട് ഗ്രേവി ഉണ്ടാവില്ല അതിനകത്ത്, കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഗ്രേവി വേണ്ടവർ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊരു സെമി ഗ്രേവി ആയിരിക്കും. അപ്പം ഇതൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇത് 1 മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ. ഗ്രേവി കുറവാണെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാവേ. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒന്ന് മുറിച്ച് നോക്കാം. വെന്തിട്ടുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ടാവും. ഉരുളക്കിഴങ്ങൊക്കെ ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്. കോളിഫ്ലവർ അധികം വേവുക ചെയ്യരുത്. വെന്ത് കഴിഞ്ഞാൽ എല്ലാ ടേസ്റ്റും പോകും. അപ്പോൾ ഉരുളക്കിഴങ്ങ് മുറിയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്തോണം. അപ്പോൾ കോളിഫ്ലവറിൻ്റെ വേവും കറക്റ്റായിരിക്കും. ഒരു ഉരുളക്കിഴങ്ങൊന്ന് മുറിച്ച് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞും പോയിട്ടില്ല. ഇത് മതിയാവും, കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല ഒന്നും ഞാൻ ചേർക്കുന്നില്ല സെപ്പറേറ്റ്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. ഫ്ലെയിം ഓഫും ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചപ്പാത്തിയുടെ ഒപ്പം പെർഫെക്റ്റാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്ലെയിൻ റോട്ടിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, ആട്ട വെച്ചിട്ടുണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ ഇത് പെർഫെക്റ്റാണ്. അപ്പം കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ. ഇതുപോലുള്ള പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക്